ഒരാഴ്ചയോളം നീണ്ട മഴയ്ക്ക് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് നടക്കാൻ പോകാമെന്നും തീരുമാനിച്ചു. നിങ്ങളെ എല്ലാവരെയും ഈ ഏരിയയൊക്കെ ഒന്ന് കാണിക്കാമെന്നും കരുതി. ഇതൊന്ന് നോക്കിക്കേ, ഈ റോഡ് സൈഡിൽ നിന്ന് ഈ കുട്ടികൾ എന്തൊക്കെയോ വിൽക്കുകയാണ്. എനിക്കാണ് ശരിക്കും മനസ്സിലായില്ല ഈ ടോയ്സിൻ്റെ പേരെന്താണെന്നൊന്നും. കയ്യിൽ പൈസയൊന്നും ഇല്ലാതെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരെന്നോട് പറയുക വീട്ടിൽ പോയിട്ട് തിരിച്ച് പൈസയും കൊണ്ട് വരാമോന്ന്. എൻ്റെ ജോലി സ്ഥലത്തിൻ്റെ ക്യാമ്പസ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന ഓറഞ്ച് ട്രീയും ഈ ലെമണും എല്ലാം കായ്ച്ച് നിൽക്കുന്നത് ഞങ്ങളുടെ ജോലി സ്ഥലത്തിൻ്റെ ക്യാമ്പസിലാണ്. ഞാൻ അവിടുന്ന് മടിയൊന്നും കൂടാതെ ഒരു ഓറഞ്ച് പറിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അത്യാവശ്യം പുളിയും ഇച്ചിരി മധുരവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കളയുണ്ടെന്നോർത്ത്, പറിച്ചതല്ലേ നശിപ്പിക്കണ്ടെന്നോർത്ത് കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് വെറും ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ കടൽ തീരത്തേക്ക്. ഈ റോഡ് ക്രോസ് ചെയ്യാതെ തന്നെ നമുക്ക് അങ്ങോട്ട് നടന്നെത്താം. വീക്കെൻഡൊക്കെ ആയാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ആളുകളൊക്കെ കുട്ടികളെയും ഒക്കെ ആയിട്ട് ഈ പാർക്കിലൊക്കെ കളിക്കാൻ വരുന്നതാണ്. ഈ കാണുന്നത് ഒരു ഡോഗിനുള്ളൊരു സ്പെഷ്യൽ പാർക്കും കൂടെയാണ് കേട്ടോ. വോളിബോൾ കളിക്കാനും ആളുകൾക്കൊക്കെ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാനും അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ലൈവായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ ഇത്, സ്പെഷ്യലി വീക്കെൻഡൊക്കെ. വേസ്റ്റൊക്കെ പ്രത്യേകം പിന്നിലൊക്കെ ഇടണം. നമുക്ക് അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയാനൊന്നും പറ്റത്തില്ല. എത്ര ബ്യൂട്ടിഫുള്ളായി സ്ഥലമൊന്ന് നോക്കിക്കേ. മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നമ്മളിതിൻ്റെ മുന്നിൽ തന്നെയാണ് താമസം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടങ്ങനെ എപ്പോഴും വീക്കെൻഡിലൊന്നും ഇവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന പോലെ വരാനൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. ഇതിപ്പോൾ ചിലപ്പോൾ ദൂരെ ആയിരുന്നെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോയേനെ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് വലിയ പുതുമയൊന്നും തോന്നാറില്ലെന്നാണ് സത്യം. കടലിലെ വെള്ളത്തിൻ്റെ നിരപ്പ് പലപ്പോഴും പല രീതിയിലാണ്. ചില ദിവസങ്ങളിൽ നന്നായിട്ട് വെള്ളം കാണും, ചില ദിവസങ്ങളിൽ ഇതുപോലെ വറ്റി വരണ്ടിരിക്കും. ഹൈ ടൈഡ് എന്നും ലോ ടൈഡ് എന്നൊക്കെ പറയും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ വേലിയേറ്റം എന്നും വേലിയിറക്കം എന്നൊക്കെ, അത് തന്നെ സംഭവം. ഈ വീഡിയോ ഞാൻ നിറയെ വെള്ളമുള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. അങ്ങ് നോക്കുമ്പോൾ കാണാം ഒരു ചെറിയ കപ്പൽ അത്ര ചെറുതൊന്നുമല്ല കേട്ടോ. ഇതുപോലെ ദൂരെ നിന്നെടുത്തുകൊണ്ട് ചെറുതായിട്ട് തോന്നുന്നു എന്ന് മാത്രം. ഇതുപോലെ വെള്ളമുള്ള സമയത്ത് ആളുകളൊക്കെ കൈറ്റ് സർഫിങ്ങിനായിട്ടൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ബ്രൈറ്റൺ. ഞാനിപ്പോൾ നടന്നു നീങ്ങുന്നത് ബീച്ചിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ്. നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു മഴമൂടൽ കൂടെ ഉള്ള ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഇങ്ങോട്ടൊന്നും വീക്കെൻഡിൽ അടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ നടന്നു ചെല്ലുന്നത് ഓസ്ട്രേലിയയിലെ തന്നെ വളരെ നീളമുള്ളതെന്നറിയപ്പെടുന്ന ഒരു കടൽപ്പാലത്തിൻ്റെ അടുത്തേക്കാണ്. ഇത് ബ്രൈറ്റനെയും ക്ലോണ്ടാർഫിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. 1935 ഈ പാലം പണി കഴിപ്പിച്ചതാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ പാലമായിരുന്നു ആദ്യമൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ടോളൊക്കെ കൊടുത്താണ് ഈ പാലം ക്രോസ് ചെയ്തിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രിസ്ബൻ സിറ്റിയിലേക്ക് പോകുന്ന വളരെ തിരക്കേറിയ ഒരു റോഡാണ് ഈ പാലത്തിന് മേളിലുള്ളത്. പാലത്തിൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ആളുകൾ ഫിഷിംഗ് സ്പോട്ടിനായിട്ടും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഈ സൈഡിലുള്ള റോഡാണെങ്കിൽ പ്രത്യേകിച്ചും കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. പാലത്തിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്കിനി പതുക്കെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തെ വ്യൂ നോക്കിയേ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താട്ടോ ഈ സ്പോട്ട്. എനിക്ക് നടന്നു വരാവുന്നതേ ഉള്ളൂ. കഷ്ടിച്ചൊരു 150 മീറ്റർ എന്ന് പറയാം. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലുമ്പോഴാണ് പാലത്തിൻ്റെ അടിയിലേക്കുള്ള വ്യൂ. ആളുകളൊക്കെ സൈക്കിളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ആ ദൂരോട്ട് നോക്കുമ്പോൾ നോക്കിയേ, ഒരച്ഛനും മോള് നിന്ന് മീൻ പിടിക്കുകയാണ്. കുറേ സമയമായിട്ട് ഞാൻ അവരെ കാണുന്നതാണ്. അവരവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അവരുടെ ചൂണ്ടയിൽ മീനൊന്നും കൊളുത്തിയ ലക്ഷണമൊന്നുമില്ല. ഒരുപാട് മഴ പെയ്യുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ വെള്ളമൊക്കെ കയറാനുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾ സൂക്ഷിക്കണം, ഫ്ലഡിങ്ങിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന്. ട്രാഫിക് കൂടുതലുള്ളതുകൊണ്ടാവാം ഈ ബ്രിഡ്ജ് മെയിനായിട്ടും വൺ വേ ആണ് കേട്ടോ. നമുക്കങ്ങനെ ഈ അച്ഛനും മോളും നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടക്കാം. ശരിക്കും പറഞ്ഞാൽ നടക്കാനൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ
ഒന്നുകൂടി രസമാകും കേട്ടോ. ഇന്നിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ആരും വീട്ടിലില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ തനിച്ചാണ് തന്നെ ഇങ്ങ് പോകുന്നത്. അങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടിയുള്ള ഈ നടപ്പാതയിൽ കൂടി നടന്ന് നടന്ന് ഞാൻ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ 1935 തുടങ്ങിയെന്ന് പറഞ്ഞ ആ പഴയ പാലം. പുതിയ പാലം അപ്പുറത്ത് വന്നുവെങ്കിലും പഴയ പാലത്തിൻ്റെ ഇത്രയും ഭാഗമൊക്കെ ഇപ്പോഴും പഴകാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇവിടെ വന്ന് മീൻ പിടിക്കുന്നതൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും. വെള്ളമൊക്കെ നിറച്ച് കയറി നിൽക്കുന്ന സമയം വലയിടാനും നല്ല സൗകര്യമുണ്ട്. ലോ ടൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കണ്ടോ വെള്ളമെല്ലാം ഇറങ്ങിക്കിടക്കുകയാണ്. വേറൊരു ദിവസം ഞാൻ വെള്ളം ഉള്ളപ്പോൾ ഇവിടെ വന്ന് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി പതുക്കെ തിരിച്ചു നടന്നേക്കാം.